ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഇതൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, നമുക്കൊരു മെയിൻ ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പം വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു മാങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനതിന് ഇവിടെ ചെറിയ 3 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 എണ്ണം പെർഫെക്റ്റായിട്ട് പച്ചമാങ്ങ തന്നെയാണ്. ഒരെണ്ണം എടുത്തിട്ടുള്ളത് ഒരല്പം ഇങ്ങനെ പഴുപ്പിലേക്ക് കടക്കില്ല, ആ ഒരു യെല്ലോയിഷ് കളർ വരുന്ന ആ രൂപത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ മതിരിപ്പും ഈ പച്ചമാങ്ങയുടെ പുളിപ്പും കൂടി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു മതിരിപ്പ് ടേസ്റ്റ് ചെറുതായിട്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ രീതിയിലുള്ള ഒരു മാങ്ങ എടുത്താൽ മതി, യെല്ലോയിഷ് കളറിലുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ 2 പച്ചമാങ്ങ മാത്രം എടുക്കുക കേട്ടോ. ഇങ്ങനെ മൂത്ത മാങ്ങ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്തതായി ഞാനിവിടെ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഞാനൊരു 20 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് വലിപ്പമുള്ള ഉള്ളി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റ് ആവുന്നത് വരയ്ക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടൊന്നും മൂത്ത് പോകണ്ട കേട്ടോ. ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇപ്പോൾ ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് അതിൽ വ്യത്യാസം 4ഓ 5ഓ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരല്പം ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരല്പം ഇഞ്ചിയും കൂടി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതോടൊപ്പം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂണാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ ഇട്ട് കൊടുത്ത ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലകളുണ്ടല്ലോ, അതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് വന്ന സമയത്ത് ആ നല്ല മണം വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമാങ്ങ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് ആ മസാല അതിലേക്കൊന്ന് മിക്സ് ആവുന്നവരേക്കും ഒരു മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരല്പം വെള്ളം, അതായത് ഈ മാങ്ങയുടെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ ഈ മാങ്ങ വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരല്പം സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് മാങ്ങ ഒന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ മാങ്ങ ഇവിടെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പ സമയം കൂടി ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ. ആ മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചെരുകിയതാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 4ഓ 5ഓ ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയുടെ ഒപ്പം ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകം ഉണ്ടല്ലോ നമ്മൾ അവിയലിലൊക്കെ അരയ്ക്കുന്ന ആ ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ചത്, എന്നാലും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മാങ്ങയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. നോക്കൂ, ഇപ്പം നമ്മളുടെ മാങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഈ മാങ്ങ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം. ഈ സ്പാച്ചുലയുടെ ബാക്ക് വശം വെച്ച് ഒന്ന് ഉടച്ചാൽ മതി. ഒരുപാട് അങ്ങ് ഉടച്ച് കളയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പിനോടൊപ്പം തന്നെ ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ കറി ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള കറിയല്ല, ഒരല്പം തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നോക്കൂ, ഈ ഒരു കട്ടിയാണ് നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരല്പം മധുരപ്പ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇതിനകത്ത് ആ ഒരു മൂത്ത മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ 2 പച്ചമാങ്ങ തന്നെ എടുത്താൽ മതിയാവും കേട്ടോ. ഇങ്ങനെ മൂത്ത മാങ്ങ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയേറെ ഇഷ്ടപ്പെടും ഇങ്ങനെ ഒരു മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിള വരാൻ അനുവദിക്കാം. ഒരുപാട് അങ്ങ് തിളച്ചൊന്നും പോകണ്ട കേട്ടോ. ആ ബബിൾസ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതാ നോക്കൂ, ഇപ്പോൾ ഇതാ ഇവിടെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ.
അപ്പോൾ ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനോടൊപ്പം ഒരു 3-4 വറ്റൽമുളക് ഒന്ന് നടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പുളിയുള്ള എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അതിൽ ഉലുവപ്പൊടി കുറച്ച് ചേർത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് എന്നിട്ട് താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് കറി മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് താളിച്ചൊഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള ഒരല്പം തിക്നെസ്സോട് കൂടിയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പം നമുക്കിപ്പോൾ സദ്യക്കൊക്കെ വിളമ്പാണെങ്കിൽ ഒരു തൊടുകറി പോലെയൊക്കെ ഇത് വിളമ്പാൻ പറ്റും. അപ്പോൾ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു മാങ്ങാക്കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.